പക്ഷേ അവർ തമ്മിൽ മറ്റ് ബന്ധങ്ങൾ എന്തായിരുന്നു, അല്ലെ രഹസ്യം, അതൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. അത് ഇങ്ങനെ ഈ കാര്യമൊന്നുമല്ല. ഇതിപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ബന്ധം വേറൊരാളിനോട് പോയി പറയുമോ? ബ്രിട്ടാസ് പോയി പറയാറുണ്ടോ? അല്ല. അപ്പൊ നിങ്ങളും കള്ളനാണ്. അത് കള്ളനെന്ന് പറയാൻ പറ്റില്ല. ഞാൻ കാവ്യ കെട്ടാൻ പോവാന്ന് പറഞ്ഞില്ല. പക്ഷെ അവളെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പൊട്ടിയാണ് ചേച്ചി, ഭയങ്കര പൊട്ടിയാണ്, മന്ദബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചിരിക്കാന്നല്ലാതെ വേറെ ഒന്നും അതിന് മറുപടി ഒന്നും പറയാനൊന്നും പോയിട്ടോ. ഇനി നായകന്മാർ പോയതിനു ശേഷം അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവരെ മാറ്റിയിട്ട് എടുപ്പിച്ചതാ. നാദിർഷ എന്താണ് വളരെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്? കോടതിയിൽ ഹാജരായ കാവ്യ മാധവനും നിശാൽ ചന്ദ്രയ്ക്കും അവസാനവട്ട കൌൺസിലിംഗ് നൽകി. ഒത്തുപോവാനാവില്ലെന്ന നിലപാടിൽ ഇരുവരും ഉറച്ചുനിന്നു. തുടർന്ന് രണ്ടുപേരും വിവാഹമോചന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, ഇനിയെങ്കിലും ഇതുപോലെ ഒരു പയ്യനോ അവന്റെ വീട്ടുകാർക്കോ ഇതുപോലെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ. ഒന്നും പറയാനില്ലെന്നായിരുന്നു കാവ്യമാധവന്റെ പ്രതികരണം. കഴിഞ്ഞ 1.5 വർഷത്തോളമായി വിവാഹമോചന കേസ് നടന്നുവരികയായിരുന്നു. ഇതിനിടെ നിശാലിനും കുടുംബത്തിനുമെതിരെ കാവ്യ നൽകിയ സ്ത്രീപീഡന കേസിലും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. യെസ്, നമ്മൾ വീണ്ടും ഈ ഒരു വിഷയം എടുക്കാനുണ്ടായ കാരണം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കാം, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിജീവിതയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വന്നിട്ടുണ്ട്, വളരെ വിഷമകരമായിട്ട്. ഇനി ഇതിനെന്തൊക്കെയാണ് ദി സോ കോൾഡ് ന്യായീകരണങ്ങളുണ്ടല്ലോ, ആ മറുഭാഗത്ത് നിൽക്കുന്ന ചില ന്യായീകരണ കോമരങ്ങൾ, ഇവർക്ക് എന്താ പറയാനുള്ളതെന്നുള്ളത്, എന്താ പറയാൻ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ഒരു പോസ്റ്റിലേക്ക് വരാം. ആദ്യം ഞങ്ങൾ കുറച്ച് ക്ലിപ്പ് കണ്ടല്ലോ, പഴയ വിവാദ അമേരിക്കൻ ടൂറ്, പിന്നെ നിശാൽ ചന്ദ്രയുമായിട്ടുള്ള ഡിവോഴ്സ് സമയത്തുള്ള കാര്യങ്ങൾ, പ്ലസ് 1-2 വോയിസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ട്. കുറച്ച് പഴയ വോയിസാണ്, പക്ഷെ എന്നാലും അതിന് ചില കാര്യങ്ങൾ ഇപ്പോൾ അത്രയധികം റെലവൻസ് വരുന്നുണ്ട്. കാരണം കാവ്യ മാധവൻ്റെ മൊഴി പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞിട്ടുള്ള അതിജീവിതയുടെ ആ കേസിൽ റിലേറ്റഡ് ആയിട്ട് കാവ്യ മാധവൻ എന്ത് മൊഴിയാണ്, കാരണം മഞ്ജു വാര്യരും പിന്നെ അതിജീവിത എല്ലാവരും പറഞ്ഞതിനുള്ള അഗെയിൻസ്റ്റ് ആയിട്ട് എന്താണ് കാവ്യയുടെ മൊഴി എന്നുള്ളത് പുറത്ത് വന്നിട്ടുണ്ട്. ആ മൊഴി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ, ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു പോസ്റ്റ്, ഇത് അതിജീവിതയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ ചെയ്ത തെറ്റ്, എത്രത്തോളം വിഷമത്തോടു കൂടിയാണല്ലേ അവർ അനുഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ എത്ര പേര് അതിൻ്റെ FIR ഗൂഗിളിൽ അടിച്ചു നോക്കുക. നിങ്ങൾക്കിപ്പോൾ അത് ആരെങ്കിലും, എനിക്കൊന്നും ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്കത് നമ്മളെ ഓഡിയൻസിലേക്ക് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്കത് അങ്ങനെ പറയേണ്ട ഒരു സംഭവം അല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ വയ്യ. കാരണം അവരെന്താണ് ആ ഇൽ ഫേറ്റഡ് നൈറ്റിൽ ആ വണ്ടിക്കകത്ത് അവരെന്താണ് അനുഭവിച്ചതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പഴയ FIRൻ്റെ കോപ്പിയിലുണ്ടായിരുന്നു, ഈ ജഡ്ജ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, അവരെന്താണ് അനുഭവിച്ചതെന്നുള്ളത് ഒരു സ്ത്രീകൾക്ക് മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ആരെങ്കിലും നിങ്ങൾ സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കുക. അങ്ങനെ ആളുടെ പേര് അടിച്ചിട്ട് ദിലീപിൻ്റെ കേസ് അപ്ഡേറ്റ് ജഡ്ജ്മെൻറ്റ് അടിച്ചു കഴിഞ്ഞാൽ സ്ക്രിബിൾ എന്നോ അങ്ങനെ എന്തോ ഒരു പേരിലെ വെബ്സൈറ്റിലാണ് ഇത് വരിക, അതിൽ വരും. അപ്പോൾ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ താഴത്തേക്ക് വരാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ വെച്ചാൽ, ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഇവർ ഈ ഒരു പോസ്റ്റ് തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഞാൻ ആ ജഡ്ജ്മെൻറ്റിൽ വായിച്ചതാണ്. അത് വായിച്ചാൽ തന്നെ, അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഗ്രാവിറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് അവർ അനുഭവിച്ചതെന്നുള്ളത്. ഇതൊക്കെ കഴിഞ്ഞിട്ടും പിൻസീറ്റ് കയറിയിരിക്കാൻ പറഞ്ഞിട്ടുള്ള ചില ആൾക്കാർ, ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് പോയത് ഒരു സ്ത്രീ, അനുഭവിച്ചിട്ടുള്ളൊരു സ്ത്രീ, അത്രയധികം കൊടും പീഡനം, ശാരീരിക മാത്രമല്ല മാനസികമായിട്ട് ഇത്രയും കാലം അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം തകർന്ന അവസ്ഥയിലായിരിക്കും ഇപ്പോൾ അവരുള്ളത് അല്ലേ. എന്നിട്ടും അവർക്ക് അമേരിക്കയിൽ പോയി ഒന്ന് കാശുണ്ട്, എന്തൊക്കെ ഒരു വർത്താനമാണ് പറഞ്ഞതില്ലേ. അന്ന്
സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ അത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. അയ്യോ, എന്ത് പിന്നെ നിങ്ങൾ ഈ പോസ്റ്റ് കണ്ടോളൂ കേട്ടോ. ഒരു ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിട്ടില്ല, 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച ജയിലിൽ പോയ 2ാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്തു കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടെ പറയാമായിരുന്നു എന്ന്. അതായത് ഈ തെറ്റ് മുഴുവൻ അതെ, മറ്റേ നമ്മൾ തമാശ കൂടി പറയാൻ പാടില്ല. അതെ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡയലോഗില്ലേ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, തമാശയിൽ പറയേണ്ട സാധനമല്ല. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, അത് തെറ്റും കൂടി അവരുടെ ഭാഗത്താണ്. അവർ വീഡിയോയും കൂടി അവരെടുത്തു എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു വാചകമാണത്. എന്നാൽ എനിക്ക് ഇതും കൂടിയാണ് പറഞ്ഞു തന്നില്ല. മറ്റവൻ്റെ വീഡിയോ ഉണ്ടല്ലോ, മാർട്ടിൻ്റെ വീഡിയോയിൽ ഞാനത് റിയാക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആർക്കൊക്കെ കേസ് വരുന്നുള്ള അറിയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഒരു കാരണവശാലും എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, പോലീസിനൊക്കെ കാര്യങ്ങളൊക്കെ അറിയണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും ഇവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇല്ല, പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല. ഈ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നവരെയും ഇവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ വളരെ ശക്തമായിട്ട് ഞാൻ എത്രയും നല്ല ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പ്രതികരിച്ചിട്ടുള്ളൂ. അതും കൂടി പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ഒരുത്തനോട് ഇതൊക്കെ ചോദിച്ചു, എൻ്റെ വീട്ടിലും ഇല്ലേ അതേമാരത്തെ ആൾക്കാരെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ടും പട്ടിപ്പുച്ചാണ് മൂപ്പര ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവരിത് പറഞ്ഞ സമയത്ത് ഇതിനൊന്നും മറുപടി ഉണ്ടോ? ഇതിനെന്താ മറുപടി? നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്, ലെറ്റ് മീ ലീവ്. ഞാനൊന്ന് ജീവിക്കട്ടെ എന്ന്. എല്ലാം ഏറ്റുവാങ്ങിയത് അവർ, പീഡനം കംപ്ലീറ്റ് ഏറ്റുവാങ്ങിയത് അവർ. എന്നിട്ട് അവർ പരസ്യമായിട്ട് അവർക്ക് ഇങ്ങനെ എഴുതേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, എനിക്കും ജീവിക്കണം, ഞാനും ജീവിക്കട്ടെ എന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ ഒരു ന്യൂസിലേക്ക് കടക്കാം. അതിനു മുന്നേ പഴയ ഒരു ഫോൺ കോളിൻ്റെ കുറച്ച് ഭാഗം ഞാൻ കാണിക്കാം. അതായത് ഈ കാവ്യമാധവൻ്റെ ഫസ്റ്റ് അമ്മായിയമ്മയുടെ ഫോൺ കോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ജസ്റ്റ് ഞാൻ കുറച്ച് പോർഷൻ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. കുറച്ച് പഴയതാണ്, റെലവൻസ് ഉണ്ട്, പ്ലീസ് കേൾക്കുക. ഈ ഒരു വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് മാത്രം കേട്ടോ. പിന്നെ പറ്റുമെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. കണ്ണൻചേട്ടൻ ഡൈവോഴ്സ് ആണെന്ന് പറയുന്ന തെമ്മാടിത്തരം വലിയോ സംശയം എന്താണ്? ബാക്കി കേക്ക്. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഒരു കല്യാണത്തിന് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാ. അപ്പൊ എന്റെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡോക്ടർ. ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കുറെ സംഭവങ്ങൾ ഇരിപ്പുണ്ടെന്നാല്, ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും ആരും പറയണ്ട. അത് കാണിക്കേണ്ടപ്പോ കാണിച്ചു. എന്നിട്ട് എന്തോ ചെയ്തെന്ന് അറിയാമോ? ആന്റി വിളിക്കുന്ന സമയത്ത് വീട്ടിൽ വരണമോ കേട്ടോ? എന്നിട്ടൊരു കേട്ടോ, എന്നിട്ടൊരു മോനും 2 വാക്ക് പറയണം അതിനു വേണ്ടിയാ. എന്നിട്ട് എന്തോ ചെയ്തെന്ന് അറിയാമോ? ഇവള് എന്റെ ചേച്ചി നാട്ടിൽ ചെന്നപ്പം ഡിറ്റക്ടീവ്സിനായിട്ട് അന്വേഷിപ്പിച്ചത് ആരായിരുന്നു. ഈ ഓഡിയോ അന്ന് ആരും വിശ്വസിച്ചില്ല കേട്ടോ. അന്ന് ഈ ഒരു ഓഡിയോ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ഈ നിശാൽ ചന്ദ്രയുടെ അമ്മയ്ക്കും കുടുംബത്തിനും അത്രയധികം സൈബർ അറ്റാക്സും കാര്യങ്ങളും അവർ നേരിട്ടു. പക്ഷെ ഇന്ന് ആൾക്കാർ റിയലൈസ് ചെയ്യുന്നു ഇതൊക്കെ സത്യമായിരുന്നു എന്നുള്ളത്. എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് എഴുതിയെന്നൊക്കെ അന്വേഷിപ്പിച്ചു. എഴുതിയവന്മാരെ പിടിച്ചു. ആർ രാധാകൃഷ്ണൻ, യു ഹരീഷ്, കൊച്ചി ഒറ്റപ്പാലം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞത് കാവ്യയുടെ അമ്മ പറഞ്ഞു എന്തിനെ എന്ന് ചോദിച്ചോടനെ പറഞ്ഞു ഇതൊക്കെ എഴുതാൻ പറഞ്ഞു. അതായത് ഈ നിശാലിനെ പറ്റി പഴയ കേസാണ്, പക്ഷെ എന്നാലും ഇതൊന്ന് കേൾക്കേണ്ട ഒരു ആവശ്യം, ഒരു ഇതൊക്കെ മനസ്സിലാക്കണം ആൾക്കാരെന്ന്. കാരണം ഇന്ന് കുറ്റപ്പെടുത്തുന്നവരോട് നിങ്ങൾ ഇപ്പോഴും അതിജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ആൾക്കാർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ചോദിച്ചെന്നെ പറഞ്ഞു, എന്തിനാ ചോദിച്ചെന്നെ പറഞ്ഞു, പബ്ലിക്കിന്റെ സിമ്പതി മേടിച്ച് വീട്ടമ്മയാകാൻ പോയ കാവ്യ എന്തിന് തിരിച്ചു വന്നു, അമ്മായിയമ്മ 2 ഇടി മോനെ കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലല്ലേ പറ്റത്തുള്ളൂ. ഉണക്ക് കിട്ടാൻ പോവാ ഇതുപോലെ പഠിത്തത്. എന്നിട്ട് അവസാനം ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ വിവാഹമോചനം എന്നൊക്കെ പറഞ്ഞ മോളെ ഞങ്ങൾ ടി വി കൂടെ കാണുന്ന ഇത് ചുമ്മാ തള്ളി കഴിവിടാമോ. എന്നിട്ട് വേണ്ട ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി അവന്റെ കൂടെ പോകണമായിരുന്നു. ഇപ്പൊ മഞ്ജു ഭയങ്കര വഴക്കാണ്. അറിഞ്ഞോ? എന്നിട്ട് അവൻ അവിടെ വാളെ പിടിച്ച് നടക്കുക. ഇങ്ങനെ ഒരു കാര്യം അറിയാമെന്നുള്ളതുകൊണ്ടാണ് ആന്റി ഞാൻ ആന്റിയോട് അന്ന്
ഫെബ്രുവരി 4 വരെ ആരുടെ കൂടെ നീ കിടന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. അതുപോലെ ഇതാണ് പ്രശ്നം. യവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ. കഥകൾ ഒരുപാടുണ്ട്. കാരണം ഞാൻ ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ഒരിക്കൽ. ഇത് രാഹുൽ ഈശ്വറിൻ്റെ സൗണ്ടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഈശ്വരൻ. എനിക്ക് എൻ്റെ മിസ്റ്റേക്കാണെന്ന് അറിയില്ല. പലരും പറയുന്നുണ്ട് അവൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്. പക്ഷെ എനിക്ക് ആ ആക്സെൻ്റ് ഒന്നും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഈശ്വരാണെന്നുള്ളത് കേട്ടോ. ആരുമില്ല, പിന്നെ ഡോർ ഗേറ്റും തുറക്കുന്നില്ല. പിന്നെ ഞാനങ്ങ് വിട്ടു. കാരണം ഇവള് കല്യാണത്തിന് 3 ദിവസം മുമ്പ് മോനെ എനിക്ക് മോൻ വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിരിക്കുക. കാരണം എന്താണെന്നറിയാമോ, കല്യാണത്തിന് 3 ദിവസം മുമ്പ് ഈ പണ്ടാരം ചാവാൻ തുടങ്ങി ഇവള്. എന്റെ ഭഗവാനെ. അപ്പൊ അങ്ങനെ ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവള് പറഞ്ഞ എന്റെ ഇഷ്ടത്തിന് ഈ കല്യാണം നടത്തിയാന്ന്. ഞങ്ങൾ എന്തോ ചെയ്യും മോനെ. എനിക്ക് മനസ്സിലായി. കാരണം ഇത് ആരെക്കാളും കൂടുതൽ എനിക്ക് മനസ്സിലായി. ഞാൻ തകർന്നു പോയത് വേറൊന്നുമല്ല. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, എനിക്കറിയാവുന്ന കൊച്ചു പെൺകുട്ടികളോട് ആമ്പടിക്കെ ചെറുത. ഇവനാണോ എന്ന് ദേഷ്യപ്പെടാൻ അറിയത്തില്ല. അത് ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസ്. തീർച്ചയായും സ്ട്രെസ് ആവത്തില്ലേ അവൻ സ്ട്രെസ് ആവത്തില്ലേ? അവൻ അമേരിക്ക പഠിച്ച കുഞ്ഞ്. ഓക്കെ, ഇത് പഴയൊരു ഓഡിയോ ആണ്. ഇത് അത്ര റെലവൻ്റ് അല്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ന്യൂസ് ചാനൽസിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജഡ്ജ്മെൻറ്റിൽ വിധി വന്ന സമയത്ത് എന്താണ് അതിൽ കാവ്യ മാധവൻ മൊഴി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഞാനിവിടെ പ്ലേ ചെയ്യാം കേട്ടോ. നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രോസിക്യൂഷന് കാവ്യ മാധവന്റെ മൊഴി നിർണായകമാണ്. കാരണം നേരത്തെ കാവ്യയുമായി ബന്ധപ്പെട്ടാണ് ഇതിന് മുൻപ് വന്നവരൊക്കെ നിരവധിയായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. കാവ്യയും ദിലീപുമായുള്ള ബന്ധമാണ് ഈ നടിയെ ആക്രമിക്കുന്ന വിഷയത്തിലേക്ക് എത്തിച്ചത്, അതിന്റെ തുടക്കം എന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ വിശദമായി പറഞ്ഞിരുന്നു. 2012 മഞ്ജുവിന്റെ ഫോണിലേക്ക് കാവ്യ അയച്ച ഒരു മെസ്സേജ് ആണല്ലോ ഈ സംഭവ പരമ്പരകളുടെ എല്ലാം തുടക്കം എന്ന് കോടതിയിൽ വാദിക്കുകയും പ്രോസിക്യൂഷൻ വാദിക്കുകയും മറ്റും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും കാവ്യ മാധവന്റെ മൊഴി ഈ കേസിൽ ഏറെ നിർണായകമായ ഒന്നായി മാറുകയാണ്. ഇവിടെ മൊഴി നൽകിയപ്പോൾ തന്നെ കാവ്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, താനും ദിലീപും അതിജീവിതയോട് ശത്രുത പുലർത്തിയിരുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലൊരു ശത്രുത അതിജീവിതയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഈ ദിലീപും കാവ്യയും തമ്മിലുള്ള ഇല്ലിസിറ്റ് റിലേഷൻ അത് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് ആ ഒരു റിലേഷന്റെ പേരിൽ അത് മഞ്ജുവിനോട് പറഞ്ഞതിന്റെ പേരിലാണ് അതിജീവിതയുമായി ബന്ധപ്പെട്ട് ശത്രുത ഉണ്ടായത് എന്നത് തെളിയിക്കുക എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ പരമപ്രധാനമായ ലക്ഷ്യം. കാവ്യ ഉപയോഗിച്ചിരുന്ന ഒരു ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ പ്രോസിക്യൂഷൻ എന്ന് വെച്ചാൽ സകല സ്ഥലത്തും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കറിയില്ല. ഇതൊക്കെ അതിൻ്റെയും പുറകിൽ എന്തെങ്കിലും കളികളുണ്ട്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ജയിക്കുമെന്ന് പറഞ്ഞ് വിചാരിച്ച കേസ് തോൽക്കുക, ആ തോറ്റതിനുള്ള കാരണങ്ങളൂടി പുറത്തു വരിക. ആ കാരണങ്ങളൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് സുനിൽകുമാർ ഗുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റെസീറ്റൊക്കെ ഒരു ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പോലീസുകാരൻ പ്രൊഡ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് പേഴ്സണലി നമുക്ക് വിശ്വസിക്കാൻ പറ്റാതെ തോന്നി. അതൊരു സിറ്റുവേഷനിൽ പോകട്ടോ. അതായത് 9645 എന്ന നമ്പറിലുള്ള ഫോൺ സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉണ്ടായി. 2017 ഫെബ്രുവരി 17 വരെ ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു ഫോണാണ് ഇത്. ഇതിന്റെ ഓഡിയോ ക്ലിപ്പുകളുടെ പരിശോധനാ ഫലം FSL റിപ്പോർട്ട് അത് ഒപ്പം മറ്റ് ചില മെസ്സേജുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്തരത്തിലുള്ള പരിശോധനാ ഫലമാണ് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷേ ഇതിനെ പൂർണ്ണമായും കാവ്യയുടെ അഭിഭാഷകൻ എതിർക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ 1 മാസം മുമ്പെങ്കിലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ സാക്ഷിയെ ഒന്നാമത് എല്ലാ കേസിലും സംഭവിക്കണം എന്നറിയോ, നമ്മൾ പല കേസ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പ്രതികളുടെ അവർക്ക് കാശ് സ്വാധീനമുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ആരെങ്കിലും ബാക്കപ്പ് കൊടുക്കുന്നതുകൊണ്ടും ഇങ്ങനത്തെ കേസുകളിലൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ക്രിമിനൽ ലോയേഴ്സാണ് ഇതിനൊക്കെ അപ്പിയർ ചെയ്യുക. അപ്പോൾ അവർ എന്ത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സ്വാധീനം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവർ അത്രയും അവരുടെ ബ്രില്യൻസ് ഉപയോഗിച്ചിട്ട് അവരിതുപോലത്തെ തെളിവുകൾ ഉണ്ടാക്കും. മറ്റേ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ഒന്നുമല്ലാന്ന് തെളിയിക്കാൻ അത്രയും കഴിവുള്ളവരാണ്. അതാണ് ഇങ്ങനത്തെ കേസുകളിലൊക്കെ ഇങ്ങനെ സംഭവിക്കാനുള്ള റീസൺ. ണ്ട് അതിനുശേഷം വേണം ഇത്തരം ചോദ്യങ്ങളും രേഖകളും ഹാജരാക്കാൻ എന്നാണ്. പക്ഷേ അത് കോടതി അനുവദിച്ചില്ല. കാരണം സസ്പെക്ട് നമ്പർ 8 ദിലീപിനെയും സാക്ഷിയായ കാവ്യയെയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രാസപരിശോധനാ ഫലം ഈ ഓഡിയോ സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഹാജരാക്കും, അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് അറിയിച്ചിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. ആ വാദം കോടതി മുഖവിലേക്ക് എടുക്കുകയും ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. അവിടെ ഈ ഫോൺ നമ്പർ ചോദിച്ചപ്പോൾ ആ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു അറിവുമില്ല എന്നാണ് കാവ്യ മാധവൻ പറഞ്ഞത്. അല്ലെങ്കിൽ
ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച കാര്യത്തിൽ താൻ ഓർക്കുന്നില്ല എന്നുള്ള മറുപടിയായിരുന്നു കാവ്യ മാധവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. കാരണം 2010 ഒരു സാധാരണക്കാരനായിട്ടുള്ള കുറ്റാരോപിത അല്ലെങ്കിൽ കുറ്റാരോപിതൻ അല്ലെങ്കിൽ പ്രതി ഓർമ്മയില്ല എന്നാൽ സത്യം പറയട്ടെ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കെല്ലാം ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ പോലീസിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്? 12 ഉപയോഗിച്ചിരുന്ന ഒരു നമ്പറാണ്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ഓർത്തെടുക്കാൻ തനിക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു. മറ്റൊരു ചോദ്യം പ്രധാനമായും ഉന്നയിച്ചത് ഈ ഓഡിയോ, ഈ മെസ്സേജുകൾ മഞ്ജു വാര്യർ കണ്ടതിന് ശേഷം സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ മിഥുനം സിനിമയിൽ പിന്നെ ഇന്നസെൻ്റ് പറഞ്ഞിട്ടുള്ള ഡയലോഗ് പറയും, മോന്തൊക്കെ ഒന്ന് കൊടുത്തിട്ട് നരേക്ക് കാണിച്ചു കൊടുക്കും സാറേ, അപ്പം കാണും ISI മാർക്ക് അറിയില്ലേ. അത് സാധാരണക്കാരനാണെങ്കിൽ കേട്ടോ. ദിലീപിന്റെ ഫോണിൽ കാവ്യ അയച്ച മെസ്സേജുകൾ മഞ്ജു വാര്യർ കണ്ടതിന് ശേഷം എന്തിന് താങ്കൾ ഈ ഫോൺ നമ്പർ മാറ്റി എന്നുള്ള ചോദ്യം ഉയർന്നു. അവിടെ കാവ്യയുടെ മറുപടി എന്ന് പറയുന്നത്, താനൊരു സെലിബ്രിറ്റിയാണ്, നിരവധി ആളുകൾക്ക് താനുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയാം, പലർക്കും കയ്യിലേക്ക് നമ്പർ എത്തുന്നൊരു പശ്ചാത്തലമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ താൻ മിക്ക സമയങ്ങളിലും ഇത്തരം നമ്പർ മാറ്റാറുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാവ്യ മൊഴിയായി നൽകുകയുണ്ടായി. മറ്റൊന്ന്, 713 തവണ ദിലീപുമായി ഈ ഫോൺ നമ്പറിൽ നിന്ന് 9/9/16 മുതൽ 22/4/2017 വരെ ഏതാണ്ട് 6 മാസത്തോളം കാലയളവിനുള്ളിൽ 713 തവണ ദിലീപുമായി സംസാരിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതായത് ഈ പ്രോസിക്യൂഷന്റെ മോട്ടീവ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം, അതിന്റെ ഒരു ആഴം കണ്ടുപിടിക്കുകയും അത് ഇതിലേക്ക് ഒരു ദിവസം 4 ഫോൺ കോൾ എത്തിക്കുക എന്നുള്ളതാണ്. ആ ഒരു കുറ്റകൃത്യത്തിന്റെ മോട്ടീവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ശ്രമിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ അതിനുള്ള കാവ്യയുടെ മറുപടി, ഇത് തന്റെ വിവാഹം ഉറപ്പിച്ച സമയമായിരുന്നു, അത് ദിലീപുമായുള്ള വിവാഹം ഉറപ്പിച്ച സമയത്താണ് ഈ സംഭവം ഉണ്ടായത്, അത് അത്തരത്തിലൊരു സംഭാഷണം മാത്രമാണ്, അല്ലാതെ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന മറുപടി നൽകുകയുണ്ടായി. അങ്ങനെ അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടാവുകയും മൊഴിയായി അത് രേഖപ്പെടുത്തുകയും ക്രോസിലൊക്കെ ഇതിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ അബാദ് പ്ലാസയിൽ നടന്ന ചില സംഭവങ്ങളാണ്. അബാദ് പ്ലാസയിൽ നടന്ന സംഭവങ്ങൾ അത് പ്രധാനമായ ഒന്നാണ്. അത് അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ, അത് പൂർണ്ണമായും കാവ്യ നിഷേധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായി. മറ്റൊന്ന്, ദിലീപുമായുള്ള ബന്ധം അതൊരു സുഹൃത്ത് ബന്ധം മാത്രമാണ് എന്ന് കൃത്യമായി കാവ്യ പറയുന്നുണ്ട്. അതായത് അതിനപ്പുറത്ത് ഒരു ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു സുഹൃത്തിനപ്പുറമുള്ള കുറച്ചുകൂടി അടുപ്പം ദിലീപുമായി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു മൊഴി നൽകുന്നുണ്ട്. മറ്റൊന്ന്, ഒരു അമേരിക്കൻ ട്രിപ്പുമായി ബന്ധപ്പെട്ട് ഈ റൂം ഷെയർ ചെയ്ത കാര്യത്തിൽ ചില ചോദ്യങ്ങൾ ഉണ്ടായി. അവിടെയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നത്. അതായത് ദിലീപും കാവ്യയും തമ്മിൽ വളരെ അടുത്തിടപഴകുന്നത് ഈ അതിജീവിത ബാത്റൂമിലേക്ക് കയറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം, അതൊക്കെ അന്നൊക്കെ എല്ലാവരും പിന്നെ സമ്മതിച്ച കാര്യമാണ്. പിന്നീട് മൊഴി മാറ്റി കണ്ടു. അതിനൊപ്പം മറ്റു ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു, അവർക്കും അറിയാമായിരുന്നു എന്ന് മൊഴി നൽകിയത് അതിജീവിതയാണ്. ഈ വിഷയം പൂർണ്ണമായും കാവ്യ നിഷേധിച്ചു. കാരണം അവർ പറഞ്ഞത് അന്ന് ഷോയ്ക്കൊപ്പം വന്നപ്പോൾ തൻ്റെ അച്ഛനും അമ്മയും തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും അവർ പറഞ്ഞത്. അത്തരത്തിൽ ഇതൊക്കെ അവർ പിന്നെ സമ്മതിക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ? ഒരു ഒറ്റയ്ക്കല്ല താൻ ആ ഷോയ്ക്ക് വന്നത്. പലപ്പോഴും ഈ അതിജീവിതയുടെയും മറ്റൊരു നടിയായ ഭാമയുടെയും മുറിയിൽ താൻ ഉറങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമുകളാണ്, അല്ലാതെ തനിക്കായിട്ടൊരു പ്രൈവറ്റ് റൂം സംവിധാനമായിരുന്നില്ല അവിടെ. ദിലീപ് മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഒരു ഭാര്യയും ഭർത്താവും മറ്റേ മഞ്ജു വാര്യരും ദിലീപും ഇതിൻ്റെ ഇടയിലേക്ക് പോയി. മനസമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടുണ്ടാവും, എനിക്കറിയില്ല. എന്ത് ജീവിക്കുന്നത്, പോലീസ് കേസ്, പ്രശ്നങ്ങൾ, മനുഷ്യന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എന്തൊരു പിന്നെ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കുക എന്താണെന്നുണ്ടെങ്കിലും മനുഷ്യന് വേണ്ട ഒരു മനസ്സമാധാനം എന്നൊരു സാധനം ഉണ്ടല്ലോ അല്ലേ? ആൾക്കാരെന്ന് വെച്ചാൽ ഇത് ഈ ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവിഹിത കേസ് കേട്ട് കഴിഞ്ഞാൽ, അതായത് എനിക്കൊന്ന് പ്രാകാത്തവനാണ്, ഒരു പ്രാക്ക് എന്താണെന്ന് അറിയാത്തവർ പോലും അത്രയധികം പ്രാഗിപ്പോവും. പലപ്പോഴും അവിടെ വരാറുണ്ട്. വരുന്നത് മറ്റൊന്നിനുമല്ല, ഈ ഷോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും ഒപ്പം ഇതിന്റെ യാത്രാ ചാർട്ടടക്കം, ഈ ഷോയുടെ ചാർട്ടടക്കം ഫിക്സ് ചെയ്യാനും മറ്റുമായി വരാറുണ്ടായിരുന്നു. കാരണം ദിലീപാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷോ, ദിലീപാണ്. അതുകൊണ്ടാണ് ദിലീപ് അതിനുള്ള എല്ലാവരുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നോട് സംസാരിക്കും. അല്ലാതെ അമിത അടുപ്പം അല്ലെങ്കിൽ അമിതമായ ഇടപഴകൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയായി കോടതി കണ്ടു. കാരണം ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും ആഴത്തിലുള്ള ബന്ധം കണ്ടുപിടിച്ചത് ഈ ഷോയിനിടയിലാണ് എന്നുള്ള പ്രധാനമായ കാര്യമാണ് ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ തെളിയിക്കാൻ ശ്രമിച്ചത്.
ഇതൊക്കെയായിരുന്നു കാവ്യ നൽകിയ മൊഴി. നമ്മൾ ഈ മൊഴി ഏതാണ്ട് കോടതി വിശ്വാസത്തിലെടുത്തു എന്ന് വേണം കരുതാൻ. കാരണം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ പലതും തള്ളിക്കൊണ്ടാണ്. നമ്മൾ വിധിന്യായം വന്നപ്പോഴൊക്കെ അത് കണ്ടതാണ്. അതായത് ഈ മനഃപൂർവ്വം മഞ്ജു വാര്യരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ പ്രതിഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് എപ്പോഴും ഇതിങ്ങനെ തള്ളിപ്പോകുന്നത്? ഇത്ര കേസായി നമ്മൾ കാണുന്നില്ലേ? ആളൂരൊക്കെ വരുന്ന സമയത്ത് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ബാക്കിലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ, പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ അവരുടെ പുറകിലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ പിന്നെ പ്രോസിക്യൂഷൻ വീക്കാവുക, എല്ലാം തള്ളിപ്പോവുക അല്ലേ? സാധാരണക്കാരൻ്റെ ഒരു സ്ഥിതി പോലീസിൻ്റെ അടുത്തേക്ക് ചെന്നാൽ തന്നെ ഇപ്പോൾ ഒരു ന്യൂസ് കണ്ടല്ലോ, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാത്തത്, ഒരു ഗർഭിണീൻ്റെ മുഖത്തടിച്ച് പ്രതാപൻ എന്ന പോലീസുകാരൻ. എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയാവുക. എന്തെങ്കിലും ഭർത്താക്കന്മാർക്കൊക്കെ ചെറിയ ചെറിയ കാര്യം, അതായത് വീഡിയോ എടുത്തു എന്നുള്ള, ഞാൻ പറയാം കൂട്ടത്തിൽ പറയേണ്ട കേസല്ല, പക്ഷേ വീഡിയോ എടുത്തു എന്നുള്ളൊരു ഇതുകൊണ്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോയ അയാളെ ചെന്ന് അവിടേക്ക് കുട്ടികളെയും കൊണ്ട് ചെന്ന ഗർഭിണിയായ ഭാര്യനെ മുഖന്തയ്ക്ക് അടിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ? സംയുക്തയും ഗീതവും ചേർന്ന് കാവ്യയുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നോ എന്നുള്ള ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന്, പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അത് ഓർമ്മയില്ല എന്നാണ്. കാരണം ഈ വിഷയം മെസ്സേജുമായി ബന്ധപ്പെട്ട ചോദ്യം മഞ്ജു ചോദിച്ചത്, മറ്റുള്ളവർ ഇത് സംസാരിച്ചതൊന്നും തനിക്ക് ഓർമ്മയില്ല എന്ന് കാവ്യ പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായി. അപ്പം ഈ വിഷയം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് പറയാതിരുന്നത്, അതായത് ഈ പറഞ്ഞ നടിമാരാരും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് ഈ വിവരം കൈമാറായിരുന്നതും ഗൗരവമായി കോടതി കണ്ടു എന്ന് വേണം പറയാൻ. കാരണം അതിനുശേഷം 2 തവണ മഞ്ജുവിന്റെ മൊഴി എടുത്തപ്പോഴാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കോടതിയിൽ മാത്രം മഞ്ജു പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായത്. അതായത് 2021/6, 2017 5/9/2017 നടന്ന 2 സ്റ്റേറ്റ്മെന്റുകളിലാണ് ഈ മഞ്ജു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ പോലീസിനോട് മെസ്സേജ് സംബന്ധിച്ച് അറിയാമെന്ന് പറഞ്ഞു, എന്നാൽ ദിലീപിന്റെ ഫോണിൽ അത് കണ്ടു എന്ന് മഞ്ജു പറഞ്ഞില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നായി ഈ കാവ്യയുടെ മൊഴിയായി ചേർത്ത് വെക്കുമ്പോൾ അത് കോടതി ഗൗരവമായി കണ്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ കാവ്യയുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ കാവ്യ ഉപയോഗിച്ചിരുന്ന ഫോൺ അത് വോഡാഫോൺ ഐഡിയ കണക്ഷൻ ആയിരുന്നു. ആ ഫോണിന് കസ്റ്റമർ ആപ്ലിക്കേഷൻ എന്നൊരു സംവിധാനമുണ്ട്. അന്ന് 2012 ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം അത് ലഭിച്ചിരുന്നെങ്കിൽ, അത് കാവ്യയുടെ പേരിലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ഈ ഫോൺ നമ്പറിന്റെ ഉടമ കാവ്യയാണെന്ന് നിഷ്പ്രയാസം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിക്കുമായിരുന്നു. പക്ഷെ അത് ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അതായത് ഐഡിയ കമ്പനിയുടെ ഇതുമായി ബന്ധപ്പെട്ട മറുപടിയായി പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധ്യപ്പെടുത്തത്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറും പറഞ്ഞത് 3 വർഷം മാത്രമാണ് ഇത്തരത്തിൽ ഒരു കസ്റ്റമറുടെ ആപ്ലിക്കേഷൻ അത് കയ്യിൽ വെക്കുക, അത് കഴിഞ്ഞാൽ അവരത് കളയും എന്നാണ്. അതായത് 3 വർഷം മാത്രമാണ് കാത്തുവെക്കുക, അതിനുശേഷം അത് ഉപേക്ഷിക്കുമെന്ന രീതിയിലാണ്. അത് വളരെ റെലവൻ്റ് ആകുന്ന ഒരു തെളിവായിരുന്നു. അത് കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കാത്തതിനെയും കോടതി സംശയദൃഷ്ട്യാ കണ്ടു എന്നതാണ്. സമർപ്പിച്ചതൊന്നും റെലവൻ്റ് അല്ല, റെലവൻ്റ് ആയിട്ടുള്ള ഒന്നും സമർപ്പിക്കാനും പറ്റിയിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, 2010 US ഷോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടെയാണ് തർക്കങ്ങൾ, ഭീഷണിയൊക്കെ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഈ കാവ്യയുടെ വിചാരണ വേളയിൽ ഇടയ്ക്ക് ശ്രമിച്ചു എങ്കിൽ പോലും അതിവിടെ റെലവൻ്റ് അല്ല എന്നും അതിനേക്കാൾ ഗൗരവമുള്ള വിഷയങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുമായിരുന്നു കോടതിയുടെ മറുപടി. മറ്റൊന്ന്, ഈ മെസ്സേജുകൾ, അതായത് കാവ്യ ദിലീപിന് അയച്ചു എന്ന് പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സംഭവത്തിന് തുടക്കമായ മെസ്സേജുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ, അത് പക്ഷേ കോടതി അതിനകത്ത് ഒരു കാര്യം പറയുന്നത്, ഈ 5 വർഷമായ സംഭവമാണ്, 2012 സംഭവമാണ്, വിചാരണ നടക്കുന്നത് 2017 സ്വാഭാവികമായും ആ മെസ്സേജുകൾ കിട്ടുക അത്ര എളുപ്പമല്ല. അതൊരു പ്രശ്നമായി കാണുന്നില്ലെങ്കിൽ പോലും ആ മെസ്സേജുകൾ വളരെ കൃത്യമായി ഹാജരാക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു റിട്രീവ് എടുക്കാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ സ്വാഭാവികമായും അത് വലിയ ഒരു എവിഡൻ്റായ ഒരു തെളിവായി, വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കാവ്യയും ദിലീപും തമ്മിലുള്ള ഇല്ലിസിറ്റ് റിലേഷൻ തെളിയിക്കാനായി ഒരുപക്ഷെ പ്രോസിക്യൂഷന് വളരെ പെട്ടെന്ന് സാധിക്കാമായിരുന്ന ഒന്നായിരുന്നു അത്. അതും സാധിച്ചില്ല എന്നത് പ്രധാനമാണ്. അങ്ങനെ എല്ലാ തരത്തിലും കൃത്യമായി മൊഴികൾ നൽകുകയും ക്രോസിൽ വളരെ കൃത്യമായി മറുപടി നൽകുകയും ചെയ്താണ് ദിലീപിന് അനുകൂലമായി തൻ്റെ മൊഴി അത് സ്ഥാപിക്കാൻ കാവ്യയ്ക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്. യെസ്, പിന്നെ ഇത്രയധികം പവർഫുള്ളായിട്ടുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ട് പോലും ഇങ്ങനെയാണെങ്കിൽ, സാധാരണക്കാരായിട്ടുള്ള നിങ്ങളോ നമ്മളോ, ഗോഡ് ഫോർബിഡ്, അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ, സാധാരണക്കാർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അതിജീവിതം എഴുതിയ പോലെ തെറ്റ് എൻ്റെ ഭാഗത്താണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തമാശ രൂപത്തിൽ പറയാനുള്ള സിനിമ ഡയലോഗാണെങ്കിൽ കൂടി തെറ്റെൻ്റെ ഭാഗത്താണ്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ പുറത്ത് വരുന്ന സമയത്ത് ജീവൻ ഒടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അത് ആ ഒരു വഴിക്ക് നീങ്ങുക. ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇത് മാത്രമേ, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അല്ലേ? എന്ത് ചെയ്യാം? എന്തായാലും എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.